എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഓസ്ട്രിയൻ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോസ് കാണാത്തവർ അത് കണ്ടു നോക്കണം. ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ജൂലൈയിൽ സമ്മർ സമയത്ത് പോയൊരു ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഡീറ്റെയിൽസും ഒക്കെ ഇതിന് മുൻപുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ട് ഓപ്പോസിറ്റായിട്ടൊരു കാട് പോലെ കുറച്ച് മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസങ്ങളിലും യാത്ര പോയിരുന്നില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ അവിടെ തന്നെ റെസ്റ്റ് എടുക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ വുഡ്സൊക്കെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വൈകുന്നേരം തൊട്ടടുത്തുള്ളൊരു ഷോപ്പിംഗ് മോളിലേക്ക് പോകാനായിട്ട് റെഡിയായി യാത്ര തിരിച്ചു. അപ്പോൾ വൈകിട്ടാണ് പോയത്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4:30 ആയെന്ന് തോന്നുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ. അങ്ങനെ നമ്മൾ സാൽസ്ബർഗിലാണ് താമസിച്ചിരുന്നത്. സാൽസ്ബർഗ് കഴിഞ്ഞിട്ട് ഹോഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് അടുത്തുള്ള ഏതെങ്കിലും മോളിൽ പോകാനെന്ന് കരുതിയാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന കാരണം റോഡെല്ലാം ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ചുറ്റിക്കറങ്ങിയിട്ടാണ് 4 കിലോമീറ്റർ കവർ ചെയ്തത്. അങ്ങനെ നമ്മളൊരുവിധം ചുറ്റിക്കറങ്ങി ആണ് മോളിലെത്തിയത്. അപ്പോൾ മോളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും റൂഫിലായിരുന്നു പാർക്കിങ്. മോളുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. കുറച്ച് നാളുകളായി നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ മോളിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ലോകത്തെവിടെയും എല്ലാ മോളുകളും ഒരുപോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയില്ല. എങ്കിലും നമ്മുടെ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ ഇല്ലാത്ത കുറച്ച് കടകളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി ഫുഡ് നമ്മളിന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടുത്തെ മാക്ഡിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് ഈ ഒരു സ്പൈറൽ പോലത്തെ പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ കണ്ട ഒരു സ്പെഷ്യൽ ഐറ്റം. പിന്നെ ബർഗർ പ്രത്യേകിച്ച് മാക്ഡി എനിക്ക് പൊതുവേ ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയി. തിരിച്ച് നമ്മൾ വേറെ റൂട്ട് എടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചെത്തി. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു ചെറിയൊരു കാടുണ്ടല്ലോ, അവിടെ നിന്ന് മാനുകൾ ഇറങ്ങി വന്നിട്ട് അവിടെ മെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ തവണ മാനിനെ ഇതുപോലെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. ഇനി അടുത്ത ദിവസം രാവിലെ നമ്മളിന്ന് സാൽസ്ബർഗ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഗ്രനോള, പാല്, ഫ്രൂട്ട്സൊക്കെ ആയിട്ട് കഴിച്ചു. പിന്നെ ഒരു എഗ്ഗും കൂടി പുഴുങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് പോകുന്നത് മൊസാർട്ട് താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതുപോലെ നമ്മൾ സാൽസ്ബർഗ് ടൗൺ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല കോട ഒക്കെ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ദൂരേക്ക് നോക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങാൻ പറ്റിയത്. അപ്പോൾ നമ്മളിനി സാൽസ്ബർഗിലേക്ക് പോവാണ്. അപ്പോൾ സാൽസ്ബർഗ് എന്ന് പറയുന്നത് ഒരുപാട് നടന്ന് കാണേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ കാറുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കാറ് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ബസ്സിലാണ് നമ്മൾ സാൽസ്ബർഗിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ സാൽസ്ബർഗിൽ നമ്മൾ വന്നിറങ്ങിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ആ കാർ റെൻറ്റിനെടുത്ത് അവിടെ തന്നെ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബസ്സിനാണ് സാൽസ്ബർഗിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. നമുക്കെല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല, കുട്ടികളൊക്കെ കൊണ്ട് പോകുന്നതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉച്ചയായി യാത്ര തിരിച്ചപ്പോൾ. അപ്പം നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്താലും നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാനും പറ്റില്ല. പിന്നെ നമ്മൾ മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ കുറച്ച് റിലാക്സ് ആയിട്ട് പോകാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ പോയി കാണുന്നതിലോട് വലിയ താല്പര്യമില്ല. കുറച്ചൊന്ന് റിലാക്സേഷനും കൂടി വേണം. അല്ലെങ്കിൽ നമ്മുടെ വെക്കേഷൻ ആകെ ഒരു ടയേർഡായി പോവും. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ എത്തി. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിച്ചത് മിറാബൽ പാലസിലേക്കാണ്. പക്ഷേ അവിടെ ചെന്നപ്പം മിറാബൽ പാലസിലൊന്നും കയറാൻ പറ്റിയില്ല. ഭയങ്കര ക്രൗഡഡും ആയിരുന്നു. പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് മിറാബൽ ഗാർഡനിലെത്തി.
നമ്മൾ മിറാബൽ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ നമ്മൾ മിറാബൽ പാലസിൽ പോകുന്നതിന് പകരം മിറാബൽ ഗാർഡൻ വഴി നമ്മൾ നടന്ന് വേറൊരു സ്ഥലത്തേക്കാണ് പോയത്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൽ കയറിയപ്പോൾ ഇതുപോലെ താഴെ മാപ്പ് പോലെ അങ്ങനെ ഫ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡോർ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നല്ല ഗാർഡനാണ്, നല്ല മനോഹരമായൊരു ഗാർഡനാണ്. കാലാവസ്ഥ നല്ല മൂടിക്കെട്ടിയായിരുന്നെങ്കിലും നല്ല ചൂടായിരുന്നു, നല്ല ഹ്യൂമിഡിറ്റിയും ഒക്കെ ആയിട്ട്. പിന്നെ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു, നല്ല തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു. ഇനി കൂടുതൽ തിരക്ക് നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. വളരെ മനോഹരമായിട്ടുള്ള പൂക്കളുള്ള നല്ല ഒരു ഗാർഡനായിരുന്നു. അങ്ങനെ നമ്മൾ ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ സാൽസ്ബർഗിലൊരു സ്ക്വയറിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ മിറാബൽ ഗാർഡൻ കഴിഞ്ഞിട്ട് ഒരു നദിയുടെ കുറുകെയുള്ള പാലത്തിൽ കൂടെ പോകാൻ പോവാണ്. ഈ ഒരു പാലത്തിന് ലവ് ലോക്ക് ബ്രിഡ്ജ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 2 കൈവരികളിലായിട്ട് നിറയെ ലോക്കുകളാണ്. അപ്പോൾ ലവേഴ്സ് അവരുടെ രണ്ടുപേരുടെയും പേര് എഴുതിയിട്ട് അതിൻ്റെ കീ ഈ നദിയിലേക്ക് എറിയും. അപ്പം അങ്ങനെ ഒരു ബിലീഫുണ്ട്. അപ്പോൾ കുറേ ലോക്സ് ഇങ്ങനെ പൂട്ടിയ ഒരു നദിയാണ്. നല്ലൊരു രസമാണ് കാണാനായിട്ട്. ആ നദിയുടെ ആ ഒരു പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. സാൽസ്ബർഗ് കത്തീഡ്രലും അതുപോലെ തന്നെ അവിടെ ഒരു വലിയൊരു കോട്ടയുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ലൊരു വ്യൂ ആണ്. അങ്ങനെ നമ്മൾ ആ പാലം കടന്നിട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് മൊസാർട്ട് താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. വളരെ തിരക്കേറിയൊരു വീതിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കടകളും ഒക്കെ ഉണ്ട്. നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇതിലേക്കൂടെ പോകാനായിട്ട്. അത്യാവശ്യം നല്ല ക്രൗഡഡും ആയിരുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മൊസാർട്ട് താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. 1773 തൊട്ട് 1787 വരെ അവിടെ മൊസാർട്ടിൻ്റെ ഫാമിലി താമസിച്ചിരുന്നു. 8 മുറികളുള്ള അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ നല്ല സ്പേഷ്യസ് ആണ് റൂംസൊക്കെ. മൊസാർട്ട് ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണങ്ങളും അതുപോലെ അവരുടെ പോർട്രേറ്റ്സും മൊസാർട്ട് എഴുതിയ ലെറ്റേഴ്സും ഒക്കെ അടങ്ങുന്ന നല്ലൊരു മ്യൂസിയം ആയിട്ട് അവർ അത് റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടുത്തെ അടുക്കളയാണ്. ട്രഡീഷണൽ രീതിയിലുള്ള ഒരടുക്കള. പിന്നെ നമ്മളൊരു കൊറിഡോർ വഴിയാണ് മറ്റുള്ള റൂംസിലേക്ക് എത്തുന്നത്. അപ്പം ഭിത്തിയിലും ഒക്കെ അവരുടെ ഫാമിലി ട്രീയും അവരുടെ ഹിസ്റ്ററിയും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. മൊസാർട്ട് എഴുതിയ ലെറ്ററുകളും അതുപോലെ യൂസ് ചെയ്തിരുന്ന വയലിൻ, പിയാനോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നല്ല പോർട്രേറ്റ്സ്. അതുപോലെ 2ാം ലോക മഹായുദ്ധ കാലത്ത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിന് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് 1994 പുതുക്കി അതേ ഒരു രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരുപാട് ആളുകളുമുണ്ട്. അപ്പം ഓരോ മുറിയിലും നമ്മൾ കയറുമ്പം നല്ല തിരക്ക് തന്നെയായിരുന്നു.
അങ്ങനെ നമ്മൾ മൊസാട്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് സാൽസ്ബർഗ് ഫോർട്രസിലേക്കാണ്, അതായത് കോട്ടയിലേക്കാണ്. അത്യാവശ്യം ഉയരത്തിൽ നിൽക്കുന്നൊരു കോട്ടയാണ്. ഒരു സ്ക്വയർ വഴി കടന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണിത്. മൊസാട്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ആ യെല്ലോ പെയിൻ്റ് അടിച്ചതാണ്. 3ാമത്തെ നിലയിലാണ് മൊസാട്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റ്. പിന്നെയും നമ്മളൊരു തെരുവിലൂടെ പോയിട്ട് ഒരു സ്ക്വയറിലെത്തിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ കോട്ടയിലേക്ക് പോകാൻ പോകുന്നത്. നമ്മൾ കോട്ടയിലേക്ക് പോകുന്നതിന് വഴിയായിട്ട് തന്നെ ഒരു ഗോൾഡൻ സ്പിയർ ഉണ്ട്. അതായത് ഒരു ഗോൾഡൻ കളറിലെ ഗ്ലോബിൻ്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നത്. അപ്പോൾ അത് 2007 പണി കഴിപ്പിച്ച ഒരു ആർക്കിടെക്ചറാണ്. ജർമ്മൻ ആർക്കിടെക്ട്സാണ് അത് പണിഞ്ഞത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക്, അതായത് കോട്ടയുടെ മുകളിലേക്ക് പോകുന്നത് ഫ്യൂണിക്കുലർ വഴിയാണ്. ഇനി ട്രക്ക് ചെയ്ത് പോകുന്നവരുമുണ്ട്. അപ്പോൾ കുത്തനെയുള്ളൊരു കയറ്റം കയറിയാണ് നമ്മൾ കോട്ടയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഫ്യൂണിക്കുലറിൽ കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിൽ കുത്തനെയുള്ളൊരു ഫ്യൂണിക്കുലറാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ കോട്ടയുടെ മുകളിൽ നിന്നാൽ നമുക്ക് ഈ സാൽസ്ബർഗ് മുഴുവനായിട്ടും നല്ല രീതിയിൽ കാണാം. ഒരു പനോരമിക് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കോട്ട. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ കോട്ടയിൽ മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ പനോരമിക് വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ കുറേ സ്റ്റെപ്സ് കയറി ഒരു ടവറിൽ പനോരമിക് വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, ഒരുപാട് കൗണ്ടേഴ്സായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതിലൊക്കെ പോയി നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പനോരമിക് വ്യൂ കണ്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മളൊരു ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ ആ ഒരു വ്യൂ പോയിൻറ്റിൽ എത്തുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ഇതൊരു ടൗൺഷിപ്പ് പോലെയാണ്. ഇതിനകത്ത് തന്നെ പള്ളികളും മിലിറ്ററി ആൾക്കാർക്ക് താമസിക്കാനുള്ളത്, രാജകുടുംബങ്ങൾക്ക് താമസിക്കാനുള്ളത്, അങ്ങനെ ഒരുപാട് കോംപ്ലക്സുകളുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നാൽ സാൽസാക്ക് റിവറും അതുപോലെ സാൽസ്ബർഗ് കത്തീഡ്രലും ഒക്കെ നന്നായിട്ട് കാണാം. നല്ല ക്ലിയർ വ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽപ്സ് മലനിരകളും ഇതിൻ്റെ മുകളിൽ നിന്നാൽ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു കോട്ടയ്ക്കുള്ളിലൊരു വളരെ പുരാതനമായിട്ടുള്ള ഒരു പള്ളിയുണ്ട്. 1500 പണി കഴിപ്പിച്ച പള്ളിയാണ്. ഇതിനുള്ളിൽ കയറിയപ്പോൾ ഒരു പ്രത്യേക ഒരു മണമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്പെഷ്യൽ ഒരു മണമായിരുന്നു. അങ്ങനെ നമ്മൾ കോട്ടയൊക്കെ കണ്ടിറങ്ങുന്ന വഴി അവിടെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഇവിടുത്തെ ഓസ്ട്രിയൻ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് വിത്ത് ഐസ്ക്രീമും പിന്നെ മുത്തും പൊന്നും ഷ്നിറ്റ്സലും പൊട്ടറ്റോവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് ഈ ഒരു കേക്ക് കഴിച്ചത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു കേക്ക് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് ടേസ്റ്റ് ചെയ്തു. അപ്പം സാധാരണ നല്ലൊരു ക്രീമി മോയ്സ്റ്റായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് വിത്ത് ഐസ്ക്രീം നല്ലതായിരുന്നു. ഫ്യൂണിക്കുലർ വഴി താഴേക്ക് വീണ്ടും ഇറങ്ങാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് സുവനിയേഴ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോപ്സ് ഒത്തിരി ഉണ്ട്. അങ്ങനെ നമ്മൾ ഫ്യൂണിക്കുലർ വഴി താഴെ ഇറങ്ങി ഷോപ്സിൽ കയറി കുറച്ച് സുവനിയറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചിറങ്ങി. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡൻ സ്പിയർ. ഇതൊരു മോഡേൺ വേൾഡുമായിട്ട് പഴയ ഒരു കാലത്തിൻ്റെ കണക്ഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ കറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഡിന്നർ പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ ഡിന്നറായിട്ട് നമ്മൾ ഇന്ന് ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പാസ്ത എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ഫ്രീ പാസ്തയാണ്. അതായത് കോൺ പാസ്തയാണ്, മൈദ വെച്ചിട്ടുള്ളതല്ല. ചിക്കൻ ഒരു സോസ് ഉണ്ടാക്കിയിട്ട് പാസ്ത ഉണ്ടാക്കി അതിലിട്ട് മിക്സ് ചെയ്തു. നല്ല ടേസ്റ്റി ആയിരുന്നു. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം നമ്മളിപ്പം തിരിച്ച് വരാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഒരു റോള് ഉണ്ടാക്കുകയാണ്. റോളിലേക്ക് ടോട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെറ്റസും കുറച്ച് ക്യാപ്സിക്കവും വെച്ചു. പിന്നെ ഞാൻ നേരത്തെ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ഹോസ്റ്റ് നമുക്ക് ബീഫ് തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഫാമിൽ വളർത്തിയ ബീഫായിരുന്നു.
അപ്പോൾ അത് ഞാൻ കുറേ ഇങ്ങനെ മസാല പുരട്ടി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ റോളിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫായിരുന്നു. അപ്പോൾ റോള് പൊതിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നാളെ അതിരാവിലെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 മണിക്ക് എന്തോ ആയിരുന്നു ട്രെയിൻ. അപ്പോൾ നമ്മൾ അത്യാവശ്യം രാവിലെ തന്നെ ഇറങ്ങും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രാവിലെ ഉണ്ടാക്കാനായിട്ട് സമയമില്ല. അത് മാത്രമല്ല നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ ക്ലീൻ ചെയ്യണം നിർബന്ധമില്ല. പിന്നെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് താമസിക്കുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമുക്ക് ആ വീട് കിട്ടിയത് അതേ രീതിയിൽ ആക്കി ഇട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ലല്ലോ. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങാറായിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം നല്ല ചൂടുള്ള ദിവസം തന്നെയാണ്. അപ്പോൾ നമ്മളിനി സാൽസ്ബർഗിൽ നിന്ന് ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ ഇനി വിയന്നയിലേക്ക് പോവാണ്. അവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ നമ്മുടെ നീണ്ട 10-11 ദിവസം വളരെ പെട്ടെന്ന് തന്നെ പോയി. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ജേണിയാണ്. അങ്ങനെ നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മുടെ ഹോസ്റ്റ് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പം നമ്മൾ ടാക്സി വിളിക്കാനിരുന്നായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ പുള്ളിക്ക് എന്തിനാണ് വെറുതെ ടാക്സിക്ക് കൊടുക്കുന്നത്, അങ്ങനെ നമ്മൾ പുള്ളിക്ക് പേ ചെയ്തിട്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയാണ്. ഇവിടുന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. നല്ല ആൾക്കാരായിരുന്നു നമ്മൾ താമസിച്ച അവിടുത്തെ ഹോസ്റ്റ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. സാൽസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഈ ഒരു ബീഫ് റോളിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നല്ല ടേസ്റ്റിയാണ്. ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു റാപ്പാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ സ്വീഡനിൽ നിന്ന് ഓസ്ട്രിയയൊക്കെ കറങ്ങുന്ന ഒരു ട്രെയിനാണ്. നമ്മൾ ആദ്യം ആ ഒരു ട്രെയിനിന് വരാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് അത് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ഇനി ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത, ഇത് ഡയറക്റ്റ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി നിർത്തും. പിന്നെ നമുക്ക് സ്റ്റേഷനിൽ നിന്ന് വേറെ ടാക്സി വിളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി, വിയന്ന എയർപോർട്ട്. അപ്പോൾ എത്തിയപ്പം ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ലഞ്ച് കഴിക്കാം. അപ്പോൾ നമ്മളിവിടെ ജാമി ഒലിവറിൻ്റെ റെസ്റ്റോറൻറ്റ്സ് ഒത്തിരി ഉണ്ട് ഇവിടെ, പല ടൈപ്പിലുള്ളത്. അപ്പം നമ്മൾ ഇറ്റാലിയൻ ഇതിൽ കയറാനായിട്ട് പോവാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ അവിടെ കുറേ റെസിപ്പി ബുക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ജാമി ഒലിവറിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. അതുപോലെ തന്നെ ഇറ്റാലിയൻ ഫുഡ് നമ്മൾ പല സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് കഴിച്ചതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ കിഡ്സിന് സ്പഗറ്റി വിത്ത് മീറ്റ് സോസും, അതുപോലെ അവർക്ക് ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ, അവർ എല്ലാം കൂടെ കഴിക്കില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മഷ്റൂം റാവിയോളിയും, ഏട്ടൻ വാങ്ങിച്ചത് പിസ്സയായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. വിയന്ന എയർപോർട്ടിൽ പോകുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻ്റാണ് ജാമി ഒലിവറിൻ്റെത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി. അപ്പോൾ നമ്മൾ ഡെൻമാർക്കിലേക്ക് ലാൻഡ് ചെയ്യാണ്. ഓസ്ട്രിയൻ എയർലൈൻസിലാണ് നമ്മൾ തിരിച്ചു വന്നത്. കുട്ടികൾക്ക് വരയ്ക്കാനായിട്ട് പെൻസിലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചോക്ലേറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഡെൻമാർക്കിലേക്ക് ലാൻഡ് ചെയ്യാണ്. നല്ല സർവീസായിരുന്നു ഓസ്ട്രിയൻ എയർലൈൻസ്. അങ്ങനെ ഫൈനലി നമ്മൾ ഡെൻമാർക്ക് കോപ്പൻഹേഗൻ എയർപോർട്ടിലെത്തി. നമ്മുടെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് ടാക്സിയും വിളിച്ചിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ സമ്മർ ട്രിപ്പ് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നല്ലൊരു യാത്രയായിരുന്നു ഓസ്ട്രിയ. കുറച്ച് പേരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രിയൻ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച്. അപ്പോൾ അവരൊക്കെ പോയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഓസ്ട്രിയൻ ട്രിപ്പിൻ്റെ വ്ളോഗുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി പുതിയ കുക്കിംഗ് വീഡിയോസും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പണ്ടൊക്കെ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യായിരുന്നു. അപ്പം നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മാത്രമേ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെ കമൻസിനും നമ്മൾ റിപ്ലൈയും തരുന്നതാണ്. പുതിയ ഡേ ഇൻ മൈ ലൈഫും കുക്കിംഗ് വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.